ഈ പെൺകുട്ടി മുത്തുപോലുള്ള സ്വർണ്ണമണികൾ നിറഞ്ഞ ഒരു പെട്ടി വാങ്ങി രാത്രി വൈകിയും അതെല്ലാം തുന്നിച്ചേർത്തു. പിറ്റേന്ന് രാവിലെ അവൾ തന്റെ അതിശയകരമായ വസ്ത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. അവളുടെ ബോസ് ക്ലാര പോലും ഞെട്ടിപ്പോയി. ഒരു മികച്ച ഡിസൈനർ പൂർണ്ണമായും ആശ്ചര്യപ്പെട്ടു. ക്ലാര ആ വസ്ത്രം തന്റേതാണെന്ന് അവകാശപ്പെടാൻ തീരുമാനിച്ചു. പക്ഷേ ലൂണയുടെ യഥാർത്ഥ പദ്ധതി അതായിരുന്നു. പുതിയ കളക്ഷന്റെ ലോഞ്ചിനിടെ ആ വൈകുന്നേരം തന്റെ ബോസിനെ മറികടക്കുന്ന ഒരു രഹസ്യം അവൾ ആ വസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പുകയിൽ നിന്ന് പെട്ടെന്ന് ഒരു മോട്ടോർ സൈക്കിൾ ചുവന്ന പരവതാനിയിലേക്ക് ഇരച്ചുകയറി. ഒരു നിഗൂഢ പെൺകുട്ടി വന്നു. അവളുടെ സ്വർണ്ണ കറുത്ത വസ്ത്രം എല്ലാ ശ്രദ്ധയും കവർന്നെടുത്തു. എല്ലാ ക്യാമറകളും അവളിലേക്ക് തിരിഞ്ഞു. ക്ലാരയുടെ തിളക്കം പെട്ടെന്ന് മങ്ങി. ലൈറ്റുകൾ അണഞ്ഞു. കെട്ടിടത്തിന്റെ ചുമരിൽ ഒരു പേര് പ്രകാശിച്ചു. ക്രൂല്ല. ആളുകൾ ശ്വാസം മുട്ടി. ക്രൂല്ല സ്റ്റൈലിൽ നടന്നു. അവളുടെ പേര് ഫാഷൻ ലോകത്തിലെ ജോൺ വിക്കിനെ പോലെയായി. ദിവസങ്ങൾക്ക് ശേഷം ലണ്ടനിലെ ഒരു മഹത്തായ പരിപാടിയിൽ ക്ലാരയുടെ കാർ പെട്ടെന്ന് പുറത്തു നിർത്തി. വാതിലിൽ കുടുങ്ങി. വീണ്ടും ക്രൂല്ല പ്രത്യക്ഷപ്പെട്ടു. അവൾ തന്റെ നീണ്ട ഗൗൺ കാറിന് മുകളിൽ വിരിച്ചു. കറുപ്പും ചുവപ്പും റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു രാജകീയ വസ്ത്രം മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അവളിലേക്ക് തിരിഞ്ഞു. അടുത്ത ദിവസം എല്ലാ പത്രങ്ങളും ഫാഷന്റെ പുതിയ സംവേദനത്തെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ക്രൂല്ല പക്ഷേ ക്ലാര അത്ര എളുപ്പത്തിൽ ഉപേക്ഷിക്കുന്ന ഒരാളായിരുന്നില്ല. ക്രൂല്ലയെക്കുറിച്ച് കൂടുതലറിയാൻ തന്റെ ടീമിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ക്രൂല്ല വളരെ മിടുക്കിയായിരുന്നു. പോലീസിന് പോലും ഒരു സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം ക്രൂല്ല കമ്പനിയിൽ തന്റെ യഥാർത്ഥ പേരിലാണ് ജോലി ചെയ്തിരുന്നത്. അടുത്ത നീക്കം ആസൂത്രണം ചെയ്യുകയായിരുന്നു. ക്ലാര അവളെ സംശയിക്കാൻ തുടങ്ങി. അവൾ ലൂണയോട് എന്തിനാണ് തന്റെ യഥാർത്ഥ കഴിവ് മറച്ചുവെക്കുന്നതെന്ന് ചോദിച്ചു. ലൂണ തന്റെ ഒഴിവുസമയങ്ങളിൽ മാത്രമാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. ക്ലാര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഡിസൈനുകൾ, നിങ്ങളുടെ ആത്മാവ് എല്ലാം എന്റേതാണ്. എനിക്ക് മറ്റൊരു മാസ്റ്റർ പീസ് കണ്ടെത്തിയതുപോലെ തോന്നുന്നു. അടുത്ത ആഴ്ച ഫാഷൻ ഷോയിൽ ക്രൂല്ല ഡിസൈൻ ചെയ്ത അതേ വസ്ത്രം ധരിച്ച് ക്ലാര പ്രവേശിച്ചു. പക്ഷേ പെട്ടെന്ന് ഒരു മാലിന്യ ട്രക്ക് അതിന്റെ മൂടി തുറന്ന് അതിൽ നിന്ന് ഒരു കൂട്ടം വസ്ത്രങ്ങൾ നിലത്തേക്ക് തെറിച്ചു. ക്രൂല്ല ഒരു പുതിയ രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അവൾ ട്രക്കിന്റെ മുകളിൽ കയറി. അത് ഓടിച്ചുപോയപ്പോൾ വസ്ത്രങ്ങളുടെ കൂമ്പാരം യഥാർത്ഥത്തിൽ 15 മീറ്റർ നീളമുള്ള ഒരു വസ്ത്രമാണെന്ന് എല്ലാവരും മനസ്സിലാക്കി. ക്രൂല്ല അതിൽ നിന്നു ചിരിക്കുന്നു. ക്യാമറകൾ ക്ലിക്കു ചെയ്യുന്നത് തുടർന്നു. ഫാഷൻ ഷോ സംഘാടകൻ കോപത്താൽ വിറച്ചു. ഫാഷൻ ഹൗസിന്റെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. ഇപ്പോൾ ക്ലാര അവളെ ജയിലിലെടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ നിരാശയിൽ നിന്ന് അവളെക്കുറിച്ച് കുറ്റം ചുമത്താൻ നിയമമൊന്നുമില്ലായിരുന്നു. വർഷത്തിലെ ഏറ്റവും മികച്ച ഫാഷൻ നൈറ്റിൽ ക്ലാര തന്റെ ഏറ്റവും വലിയ സാഹസികത ഏറ്റെടുത്തു. തന്റെ സ്വർണ്ണ ഗൗൺ വീണ്ടും തന്റെ മഹത്വം കൊണ്ടുവരുമെന്ന് അവൾ വിശ്വസിച്ചു. പക്ഷേ ക്രൂല്ലയ്ക്ക് വ്യത്യസ്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവൾ തന്റെ സഹതാരത്തിന് ഫാഷൻ ഹൗസിലേക്ക് കടക്കാൻ ഒരു സൂചന നൽകി. കുറച്ച് വ്യാജ സൂചനകൾ നൽകി. ക്ലാര ജാഗ്രത പാലിച്ചു. എല്ലാ വസ്ത്രങ്ങളും ഒരു നിലവറയിൽ പൂട്ടി. എന്നാൽ ക്രൂല്ല ഷോ ദിവസം ആഗ്രഹിച്ചത് അതാണ്. നിലവറ തുറന്നപ്പോൾ നൂറുകണക്കിന് പ്രാണികൾ പറന്നുപോയി. എല്ലാവരും ഭയന്നു വിറച്ചു. ആളുകൾ പരിഭ്രാന്തരായി. ക്ലാരയുടെ വിലയേറിയ വസ്ത്രങ്ങൾ നശിച്ചു. ആ സ്വർണ്ണ മുത്തുകൾ യഥാർത്ഥത്തിൽ നിലവറയ്ക്കുള്ളിൽ സുരക്ഷിതമായി വിരിഞ്ഞ പ്രാണികളുടെ മുട്ടകളായിരുന്നു. അതുപോലെ ക്രൂല്ല തന്റെ അവസാന നീക്കം നടത്തി ക്ലാരയെ പൂർണ്ണമായും നശിപ്പിച്ചു.